ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു ആംല മുറബയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയം നെല്ലിക്കയുടെ സീസൺ ആണ്. ഈ സീസൺ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ആംല മുറബ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കൂടി പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ആംല മുറബ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1/2 കിലോ അളവിൽ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വേണം എടുക്കാനായിട്ട് കേട്ടോ ഇതിന്. അതായത് തീരെ ചെറുതും എടുക്കണ്ട, ഒരുപാട് വലുതും എടുക്കണ്ട, ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്ക നമുക്കിതിന് മതിയാവും. 1/2 കിലോ അളവിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്, ആ ഒരു വെള്ളത്തിൽ കഴുകിയ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ നെല്ലിക്കയും നല്ലതുപോലെ ഒരു കോട്ടൺ തുണിയിൽ വെച്ച് നല്ലതുപോലെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് തുടച്ച് മാറ്റാം നമുക്ക്. ഇതുപോലെ നമ്മുടെ ഈ നെല്ലിക്കയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളവും ഞാനൊന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മുടെ നെല്ലിക്കയെല്ലാം ആവിയിലൊന്ന് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ആവിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് തട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമ്മുടെ നെല്ലിക്ക ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ നെല്ലിക്കയും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 10 മിനിറ്റ് മാത്രം നമ്മൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയം വെക്കരുത്, എങ്കിൽ പിന്നെ നന്നായിട്ട് അങ്ങ് വെന്ത് അതങ്ങ് പൊട്ടിപ്പോകും. അതിന്റെ പേരിൽ ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ നെല്ലിക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ തന്നെ മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ എല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടാകും. ചെറിയൊരു ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഓരോ നെല്ലിക്കയായിട്ട് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോർക്ക് ഉണ്ടല്ലോ, ആ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താലും മതിയാവും. കുറച്ച് ഹോൾസ് ഉണ്ടാക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ എല്ലാ നെല്ലിക്കയും ഒന്ന് ഹോൾസ് ഇട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ നെല്ലിക്ക എല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പനം കൽക്കണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 400 ഗ്രാം അളവിലാണ് കേട്ടോ പനം കൽക്കണ്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ അങ്ങാടിക്കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ഈ പനം കൽക്കണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പനം കൽക്കണ്ട്. നമ്മളിതിലേക്ക് ശർക്കര ഉപയോഗിക്കുന്നില്ല, പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല, പനം കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പനം കൽക്കണ്ടിന് മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഉപയോഗിച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി അല്ലെങ്കിൽ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മുടെ പനം കൽക്കണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മുടെ ഇത് ആംലമുറബ തയ്യാറാക്കി എടുക്കാനായിട്ട്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ നെല്ലിക്കയിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇനിയിപ്പോൾ ഉണ്ടാവും. ഈ ഒരു രീതിക്ക് നമ്മുടെ നെല്ലിക്ക എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പനം കൽക്കണ്ടെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെല്ലിക്കയിലുള്ള ഏകദേശം വെള്ളം എല്ലാം ഇതിലുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ നെല്ലിക്കയിലുള്ളതും അതുപോലെ തന്നെ ആ ഒരു പനങ്കൽക്കണ്ടൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പനങ്കൽക്കണ്ട അലിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് നല്ലതുപോലെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് പനങ്കൽക്കണ്ടൊന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ പനങ്കൽക്കണ്ടെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ഈ പനങ്കൽക്കണ്ടെല്ലാം നമ്മുടെ ഈ നെല്ലിക്കയിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഓരോ 10 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് കേട്ടോ അതിന്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത്, നല്ലതുപോലെ റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ നെല്ലിക്കയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക്, അതായത് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മീഡിയത്തിനും ലോക്കും ഇടയിൽ മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സിറപ്പ് വറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ നെല്ലിക്ക വന്നിട്ട് റെഡിയായി കിട്ടില്ല. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് നമ്മുടെ നെല്ലിക്കയെല്ലാം ഒന്ന് ചുരുങ്ങി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 10-20 മിനിറ്റ് കൂടി ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തേക്കണം, അത്രയും മാത്രമേ ഉള്ളൂ.
കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആംല മുറബ്ബ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ നെല്ലിക്കയും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ദാ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നെല്ലിക്കയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മളിതിങ്ങനെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആംല മുറബ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് അടച്ച് വെക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 7-8 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ നമ്മുടെ ആംല മുറബ്ബ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓരോ നെല്ലിക്കയും നല്ല ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് ഈ സിറപ്പോട് കൂടിയിട്ട് തന്നെ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലോ ഏതിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി കൂടുതൽ നാളത് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം നല്ലൊരു എയർ ടൈറ്റ് ബോട്ടിലാക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന്ന് ഓരോ നെല്ലിക്ക എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അച്ചാറൊക്കെ എടുക്കില്ല അതുപോലെ തന്നെ നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. ഒരല്പം പോലും വെള്ളം ഇതിലേക്ക് വീഴാതെ ഒന്ന് സൂക്ഷിച്ചേക്കണം. വെള്ളം എങ്ങാനും വീഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അതിന്റെ പേരിലാണ് എടുത്ത് പറയുന്നത്. വളരെ ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ നെല്ലിക്ക സീസണിന് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.